കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസാന്തകം. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ വെച്ചാൽ ഇങ്ങനെ ഭഗവാൻ എന്താണ് പട്ടാഭിഷേകത്തിന് തയ്യാറായപ്പോഴേ ദേവന്മാരും സിദ്ധന്മാരും ഈ ലോകത്തിൽ നമുക്കൊന്നും നമ്മളെ സാധാരണ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത വിധം മാഹാത്മ്യമുള്ള ഋഷികളും, അതായത് ഈ ഋഷിലോകത്തിൽ നിന്ന് വന്നവരെ, അവരും ഒക്കെ രാമനെ സ്തുതിക്കുന്നതൊക്കെ അയോധ്യാവാസികൾ കേട്ടു. അവർക്കൊന്നും കാണാൻ പറ്റില്ല അവരെ, പക്ഷെ അവരൊക്കെ കേട്ടു. മാനുഷം രൂപമാസ്ഥായ വാനരാഗജവാഹന ഭേരീശംഖനിനാദൈശ്ചാമൃദംഗ പണവാനകൈഹി പ്രയയൗരാഘവ ശ്രേഷ്ഠസ്താം പുരിം സമലങ്കൃതാം. മാനുഷൻ രൂപമാസ്ഥായ, മനുഷ്യരൂപത്തെ സ്വീകരിച്ചിട്ട്, ഗജവാഹന വാനര, ഗജങ്ങളിലിരിക്കുന്ന വാനരന്മാർ. ഈ വാനരന്മാരൊന്നും ഇപ്പോൾ മനുഷ്യരൂപമാണ് കേട്ടോ. അവരൊക്കെ അവർ കണ്ടാൽ വാനരന്മാരായിട്ടല്ല, വാനരരൂപം ത്യജിച്ചിട്ട് അവരൊക്കെ മനുഷ്യരൂപം എടുത്തിരിക്കുകയാണ് കേട്ടോ അവിടെ ഇപ്പോൾ അയോധ്യയിൽ വന്നവരെ. അതാണ് പറഞ്ഞത്, മാനുഷ്യരൂപത്തെ സ്വീകരിച്ചിട്ട് ഗജവാഹന വാനര, ഗജങ്ങളിലിരിക്കുന്ന വാനരന്മാർ, ഭേരി ശംഖ നിനാദേഹിച്ച, അതായത് ഭേരി, ശംഖം, അങ്ങനത്തെ മൃദംഗം, പണവം, അങ്ങനത്തെ മൃദംഗ പണവാനക എന്ന് പറയണ്ട, അങ്ങനത്തെ ഈ വാദ്യങ്ങളൊക്കെ മുഴക്കി അവർ. രാഘവശ്രേഷ്ഠ, രാഘവന്മാരിൽ ശ്രേഷ്ഠനായവൻ, സമലങ്കൃതാം താം പുരിയും, അതായത് ശ്രീരാമചന്ദ്ര ഭഗവാൻ താം പുരിയും നന്നായിട്ട് സമലങ്കൃതാം താം പുരിയും, വേണ്ട പോലെ നല്ലോണം അലങ്കരിച്ചിട്ടുള്ള ആ രാജധാനിയിലേക്ക് പ്രയാണം ചെയ്തു. അല്ല, പട്ടണത്തിലേക്ക്, പുരിയും എന്നാണല്ലോ, പട്ടണത്തിലേക്ക് പ്രയാണം ചെയ്തു. അതായത് വാനരന്മാരൊക്കെ മനുഷ്യാകൃതി പൂണ്ടിട്ട് ആനപ്പുറത്തൊക്കെ ഇരുന്ന് സഞ്ചരിച്ചു. എന്നിട്ടോ ഈ ഭേരി, ശംഖം, മൃദംഗം, പണവം, ആനകം ഇന്നത്തെ വാദ്യഘോഷങ്ങളോടുകൂടി അതിശ്രേഷ്ഠനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ അതിമനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന അയോധ്യ പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. അതായത് പട്ടാഭിഷേകത്തിന് വരികയാണ്, അയോധ്യയിലെത്തി. മാനുഷം രൂപമാസ്ഥായ വാനരാ ഗജവാഹന ഭേരി ശംഖ നിനാദൈശ്ച മൃദംഗപണവാനകൈ പ്രയൗരാഘവ ശ്രേഷ്ഠസ്താം പുരിം സമലങ്കൃതാം. ഞാൻ ശരിക്കും പറയാ അധ്യാത്മരാമായണം വായിച്ചപ്പോഴേ ഈ വാനരന്മാരൊക്കെ മനുഷ്യരൂപം പൂണ്ട് വന്നു എന്ന് മനസ്സിലാക്കിയുള്ളൂ. ശരിക്കും ഇത് വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്. അതായത് മറ്റേ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തെ പറഞ്ഞിട്ടുണ്ടാവാം, എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല. എന്തായാലും ഞാൻ അങ്ങനെ ധരിച്ചിട്ടില്ല. ഞാനിത് വായിക്കുമ്പോൾ തന്നെയാണ് അത് ധരിച്ചത്. ഇനി 23 ഒരു വരിയും 24 കൂടി ചെല്ലാം കേട്ടോ. 23 ഒരു വരി ബാക്കിയുള്ളത് ചെല്ലാം. ദദൃശുസ്തേ സമായാന്തം രാഘവം പുരവാസിന. ഇനി 24. ദുർവാദള ശ്യാമതനും മഹാർഹ കിരീടരത്നാഭരണാചിതാംഗം ആരക്തകം ജായതലോചനാന്തം ദൃഷ്ട്വാ യയുർമോദീവ പുണ്യാഹ സമായാന്തം രാഘവം. അതായത് അയോധ്യാപുരിയിലേക്ക് പ്രവേശിക്കുന്ന രാഘവനെ തേ പുരവാസിന, അയോധ്യാപുരവാസികൾ ദർശിച്ചു, കണ്ടു. എങ്ങനെയാണ്? ദുർവാദള ശ്യാമളതനും, അതായത് കറുക, ദുർവാദളം പോലെ പച്ച നിറത്തോടു കൂടിയവനും, അങ്ങനെയാണ് പറയേണ്ടത് അല്ലേ? അതായത് ദുർവാദളം പോലെ ശ്യാമള നിറമുള്ള ദേഹത്തോടു കൂടിയവനും, മഹാർഹ കിരീട രത്നാഭരണാചിതാംഗം, മഹാർഹങ്ങളായ കിരീടവും രത്നാഭരണങ്ങളും ഒക്കെ ധരിച്ചവനും, ആരക്തകം ജായതലോചനാന്തം, കുറച്ച് ചുമന്നിട്ടുള്ള താമരതൾ പോലെയുള്ള നേത്രത്തോടു കൂടിയവനും, രാമം ദൃഷ്ട, രാമനെ ദർശിച്ചിട്ട് അതീവ പുണ്യം, ഏറ്റവും പുണ്യമുള്ള അവർ മോദം യയു, സന്തോഷിച്ചു. എന്താ പറഞ്ഞ വനത്തിലേക്ക് ശ്രീരാമചന്ദ്ര ഭഗവാൻ വനത്തിലേക്ക് പോയപ്പോൾ വളരെ ദുഃഖിതരായിരുന്നു അയോധ്യാപുരവാസികളൊക്കെ. അപ്പോൾ ഇപ്പം രഥത്തിൽ എഴുന്നള്ളുന്ന ഈ രാമനെ കണ്ടിട്ട്, എങ്ങനെയുള്ള രാമൻ? ദുർവാദളം പോലെ ശ്യാമള നിറമുള്ള, കറുകയുടെ നിറം എന്നാണ് കേട്ടോ അർത്ഥം, ദേഹത്തോടും
ശിരസിൽ രത്നകിരീടം അണിഞ്ഞവനും അവയവങ്ങളിലെല്ലാം രത്നാഭരണങ്ങൾ ധരിച്ചവനും കുറച്ചിങ്ങനെ ചുവപ്പ് നിറത്തോടു കൂടിയ താമരദളം പോലെ നീണ്ടിരിക്കുന്ന നേത്രങ്ങളോടും കൂടിയ ശ്രീരാമചന്ദ്രനെ കണ്ടതുകൊണ്ട് ധന്യരായ ആ അയോധ്യാപുരവാസികൾ ഏറ്റവും സന്തോഷിച്ചു. ദദൃശുസ്തേ സമായാന്തം രാഘവം പുരവാസിന. കണ്ടു എന്നാദ്യം പറഞ്ഞു, പിന്നെ എങ്ങനത്തെ ശ്രീരാമനെ എന്നാണ് അടുത്ത ശ്ലോകത്തിൽ. ദുർവാദളശ്യാമതനും മഹാർഹ കിരീടരത്നാഭരണാചിതാംഗം ആരത്തകം ജായതലോചനാന്തം ദൃഷ്ട്വായുർമോദമതീവ പുണ്യാഹ. 25 വിചിത്രരത്നാഞ്ജിത സൂത്രനദ്ധ പീതാംബരം പീനഭുജാന്തരാളം അനർഘ്യമുക്താഫലദിവ്യഹാരൈർ വിരോചമാനം രഘുനന്ദനം പ്രജാഹ. എങ്ങനെ വിചിത്രരത്നാഞ്ജിത സൂത്രനദ്ധ പീതാംബരം, അതായത് വിചിത്രങ്ങളായ രത്നങ്ങളാൽ അഞ്ജിതം ചാൽ മനോഹരം, വിചിത്രങ്ങളായ രത്നങ്ങളാൽ മനോഹരമായ നൂല്, സൂത്രം ചവിടെ ഈ അരഞ്ഞാൾ പോലത്തെ നൂല്, നദ്ധം ചാൽ ബന്ധിക്കപ്പെട്ട പീതാംബരത്തോട്, അതായത് പീതാംബരം അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ മീതെ സ്വർണ്ണ നൂല് ചുറ്റിയിട്ടുണ്ട്, അതാണ് പറയണത്. പിന്നെയോ അതാണ് ബന്ധിക്കപ്പെട്ട പീതാംബരത്തോടു കൂടി, അതാണല്ലോ വിചിത്ര രത്നാഞ്ജിത സൂത്ര നദ്ധ പീതാംബരം. ആ പീതാംബരത്തിൻ്റെ മീതെ ഒരു പൊന്ന് നൂല് കെട്ടിയിട്ടുണ്ട്. പിന്നെയോ അനർഘ്യമുക്താഫല ദിവ്യഹാരൈഹി, അതായത് വിലമതിക്കാൻ കഴിയാത്ത മുത്തുകൾ കൊണ്ടുണ്ടാക്കപ്പെട്ട ദിവ്യമായ മാലകളാൽ വിരോചമാനം ശോഭിക്കുന്നവനും പീനഭുജാന്തരാളം, നീണ്ട 2 ഉരുണ്ട കൈകളോട് കൂടിയവനും, അതാണ് ഭുജങ്ങളുടെ അന്തരാളത്തോട് മധ്യസ്ഥലത്തോടു കൂടിയവനും, കൈയത്ര ആജാനബാഹുവാണല്ലോ, കൂടിയവനുമായ രഘുനന്ദനം രാമനെ പ്രജകൾ ദദൃശു. അതായത് ശ്രീരാമൻ്റെ ഡിസ്ക്രിപ്ഷനാണ് കേട്ടോ. ഈ പ്രജകൾ എങ്ങനത്തെ ശ്രീരാമനെ കണ്ടു, അതായത് പലതരത്തിലും ശോഭിക്കുന്ന രത്നങ്ങൾ പതിച്ച് പണി ചെയ്ത സ്വർണ്ണ നൂല് മീത ധരിച്ച് മുറുക്കി കെട്ടിയിരിക്കുന്ന മഞ്ഞപ്പട്ടോടുകൂടി ശോഭിക്കുന്ന അരക്കെട്ടോടും വിലമതിക്കാൻ കഴിയാത്ത അത്ര ശ്രേഷ്ഠമായ മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ ദിവ്യ മാലകൾ കൊണ്ടും ശോഭിക്കുന്ന മാറിടത്തോടും നീണ്ടുരുണ്ട് തടിച്ച കൈകളോടുകൂടിയ ശ്രീരാമനെ പ്രജകൾ കണ്ടു. ശ്രീരാമൻ്റെ നല്ല ഭംഗിയുള്ള രൂപം ഡിസ്ക്രിപ്ഷനാണ്. വിചിത്രരത്നാഞ്ജിത സൂത്രനദ്ധ പീതാംബരം പീനഭുജാന്തരാളം അനർഘ്യമുക്താഫല ദിവ്യഹാരൈർ വിരോചമാനം രഘുനന്ദനം പ്രജകൾ കണ്ടു. സുഗ്രീവമുഖ്യൈർ ഹരിഭി പ്രശസ്തൈർ നിഷേവ്യമാണം രവിതുല്യഭാസം കസ്തൂരികാചന്ദനലിപ്തഗാത്രം നിവീതകൽപദ്രുമപുഷ്പമാലം. പ്രശസ്തൈ ചന്ത പ്രസിദ്ധന്മാരും, സുഗ്രീവനെ പോലുള്ള മുഖ്യന്മാരും, ഹരിഭി ഇവിടെ ഹരി പറഞ്ഞ വാനരന്മാരാൽ നിഷേവ്യമാണം സേവിക്കപ്പെടുന്നവനും, അതായത് സുഗ്രീവൻ മുതലായിട്ടുള്ള വാനര പ്രമുഖന്മാരാൽ സേവിക്കപ്പെടുന്നവനും, രവി തുല്യഭാസം സൂര്യന് തുല്യമായ ശോഭയോടുകൂടിയവനും, കസ്തൂരികാചന്ദന ലിപ്തഗാത്രം കസ്തൂരി ചേർത്തുണ്ടാക്കിയിട്ടുള്ള കുറിക്കൂട്ടൊക്കെ ലേപനം ചെയ്യപ്പെട്ടവനും, അങ്ങനത്തെ ശരീരത്തോടു കൂടിയവനും, നിവീത കൽപ്പദ്രുമ പുഷ്പമാലം, അതായത് കൽപ്പവൃക്ഷത്തിൻ്റെ പൂ കൊണ്ടുണ്ടാക്കിയ മാലയോടുകൂടിയവനുമായ രാമം പ്രജാഹ ദൃശു. രാമനെ പ്രജകൾ ദർശിച്ചു. പിന്നെയും രാമൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്. അതായത് വളരെ വാനര മുഖ്യന്മാരായിട്ടുള്ള സുഗ്രീവനെ പോലെയുള്ള ശ്രേഷ്ഠന്മാരായ വാനരന്മാരാൽ സേവിക്കപ്പെടുന്നവനും, സൂര്യനെപ്പോലെ ശരീരകാന്തിയോടു കൂടിയവനും, കസ്തൂരി മുതലായ സുഗന്ധവസ്തുക്കൾ ചേർത്ത കുറിക്കൂട്ട് ചന്ദനവും ഒക്കെ പൂശിയിരിക്കുന്ന ശരീരത്തോടു കൂടിയവനും, കണ്ഠത്തിൽ ധരിച്ചിരിക്കുന്ന കൽപ്പകവൃക്ഷപ്പൂമാലയോടുകൂടിയവനുമായ ശ്രീരാമനെ പ്രജകൾ കണ്ടു. സുഗ്രീവമുഖ്യൈർ ഹരിഭി പ്രശസ്തൈർ നിഷേവ്യമാണം രവിതുല്യഭാസം കസ്തൂരികാചന്ദനലിപ്തഗാത്രം നിവീതകൽപദ്രുമപുഷ്പമാലം. 27 ശ്രുത്വാ സ്ത്രിയോ രാമമുപാഗതം മുദാ പ്രഹർഷവേഗോൽക്കലിതാനനശ്രിയാ അഭാസ്യ സർവം ഗൃഹകാര്യമാഹിതം ഹർമ്യാണി ചൈവാരുരുഹു സ്വലംകൃതാഃ.
ഉപാഗതം രാമം, അടുത്ത് വന്ന രാമനെ ശ്രവിച്ചിട്ട് പ്രഹർഷവേഗോൽക്കലിതാനന ശ്രിയ, അതായത് സന്തോഷം, പ്രഹർഷം ചാൽ അതിയായ സന്തോഷത്തിൻ്റെ വേഗത്താൽ ശക്തിയാൽ വർദ്ധിച്ച മുഖകാന്തിയോടുകൂടിയ സ്ത്രീകൾ, അതായത് രാമൻ്റെ കാലടികളുടെ ശബ്ദം കേട്ടപ്പോൾ സ്ത്രീകളൊക്കെ അത്ര സന്തോഷമായിട്ട് അവരുടെ മുഖകാന്തി വർദ്ധിച്ചു. ആഹിതം, അത്യാവശ്യമായ സർവം ഗൃഹകാര്യം, അത്യാവശ്യം ചെയ്യേണ്ട ഗൃഹകാര്യങ്ങളെ പോലും അപാസ്യ ഉപേക്ഷിച്ചിട്ട് മുത സന്തോഷത്തോടു കൂടി സ്വലങ്കൃത അവർ നന്നായിട്ട് അലങ്കരിക്കപ്പെട്ടവരായിട്ട് ഹർമ്യാണി ഏവ, അതായത് എല്ലാവരും വീട്ടുകാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട്, പ്രധാനമായിട്ടുള്ള വീട്ടുകാര്യങ്ങളാണെങ്കിൽ പോലും അതിനെയൊക്കെ അവിടെ ഇട്ടിട്ട് എല്ലാവരും മാളികയുടെ മുകളിലേ, അതായത് ഹർമ്യാണി ഏവ, അതായത് മാളികയുടെ മുകളിൽ തന്നെ ആരുരുഹു കാണാനായിട്ട് കയറി നിന്നു. അതായത് രാമൻ അടുത്തെത്തിയെന്ന് കേട്ട സ്ത്രീകൾ സന്തോഷം കൊണ്ട് അവരുടെ മുഖകാന്തിയൊക്കെ വർദ്ധിച്ചവരും, എത്ര അത്യാവശ്യ കാര്യമാണെങ്കിലും ഗൃഹകാര്യമാണെങ്കിലും അതിനെയൊക്കെ ഉപേക്ഷിച്ച് വളരെ സന്തോഷത്തോടു കൂടി വിശേഷ വസ്ത്രാഭരണങ്ങളൊക്കെ ധരിച്ച് ദൂരത്ത് തന്നെ രാമനെ കാണാനുണ്ടായ മോഹം കൊണ്ട് അവരുടെ മണിമാളിക മുകളിൽ കയറി നിന്ന് രാമൻ വരണത് നോക്കി നിന്നു. അവർ ആർക്കും വേറൊരു വിചാരമില്ല, ശ്രീരാമനെ കാണണമെന്നേ ഉള്ളൂ വിചാരം, അയോധ്യാവാസികൾക്ക് മുഴുവൻ. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ വീട്ടുപണിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വേണ്ട വച്ചിട്ട് അവരവരുടെ മാളിക മുകളിൽ കയറി ആ കരയെന്ന് വരണ രാമനെ നോക്കാൻ വേണ്ടിയിട്ടേ കയറി. അതായത് നല്ലോണം അലങ്കരിച്ചിട്ടുതന്നെയാണ് കേട്ടോ. എത്ര ബദ്ധപ്പാടുണ്ടെങ്കിലും വീട്ടുപണിയൊക്കെ വേണ്ട വെച്ചാലും അവർ വസ്ത്രമൊക്കെ നല്ല വസ്ത്രം കൊടുത്തു ശ്രീരാമനെ കാണാൻ വേണ്ടിയിട്ട്. അതായത് സ്ത്രീകൾക്ക് വസ്ത്രങ്ങളിലൊക്കെ എത്ര ആസക്തി ഉണ്ടെന്ന് കാണിക്കുകയാണ്. എത്ര വീട്ടുകാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു, പക്ഷെ വസ്ത്രാഭരണം ഉപേക്ഷിച്ചില്ല. അതാണ് ശ്രുത്വാ സ്ത്രീയോ രാമമുപാഗതം മുദാപഹർഷവേഗോൽക്കലിതാനന ശ്രിയ അപാസ്യ സർവം ഗൃഹകാര്യമാഹിതം ഹർമ്യാണി ചൈവാരുരുഹു സ്വലങ്കൃതാഃ. 28. ദൃഷ്ട്വാ ഹരിം സർവദൃഗുത്സവാകൃതിം പുഷ്പൈകിരന്ത്യ സ്മിതശോഭിതാനനാഃ ദൃഗ്ഭിപ്പപുർനേത്രമനോരസായനം സ്വാനന്ദമൂർത്തിം മനസാഭിരേഭിരേ. സർവദൃഗുത്സവാകൃതിന്ന്, അതായത് എല്ലാവരുടെയും ദൃക്കുകൾക്ക് എന്താ കണ്ണുകൾക്ക്, സർവദൃക്ക് എന്ന് പറഞ്ഞില്ലേ, അതായത് എല്ലാവരുടെയും കണ്ണുകൾക്ക് ഉത്സവാകൃതി, ഉത്സവത്തെ ജനിപ്പിക്കുന്ന ആകൃതിയോടുകൂടിയ, നമ്മുടെ കാണുന്നവരുടെ മുഴുവൻ കണ്ണുകൾക്ക് ഉത്സവം തരും. അങ്ങനത്തെ മനോഹരമായിട്ടുള്ള രൂപമാണ് ഭഗവാന്റെ. അതാണ് പറയണത്, എല്ലാവരുടെയും കണ്ണുകളിൽ ഉത്സവം ജനിപ്പിക്കുന്നത് ആകൃതിയോടുകൂടിയ ഹരി മീൻസ് ഭഗവാൻ, ശ്രീരാമചന്ദ്ര ഭഗവാൻ. ദൃഷ്ട, ആ ഹരിയെ ദർശിച്ചിട്ട് പുഷ്പൈഹി, പുഷ്പങ്ങൾ കൊണ്ട് കിരന്ത്യ, എല്ലാവരും പുഷ്പം എറിയുന്നുണ്ട് ഭഗവാന്റെ മേലേക്ക്, വർഷിക്കുന്നുണ്ട്. സ്മിതശോഭിതാനന, മന്ദഹാസത്താൽ ശോഭിച്ച മുഖത്തോടു കൂടിയവരുമായിട്ട്. നേത്ര മനോരസായനം, നേത്രങ്ങൾക്ക് മനസ്സിനും ഒരു രസായനാണ്, രസാസനമായിരിക്കുന്ന ശ്രീരാമചന്ദ്ര ഭഗവാനെ ദൃഗ്ഭി പപു, അതായത് കണ്ണുകൾ കൊണ്ട് കുടിച്ചു എന്ന്. ദൃഗ്ഭി പപുഹു, കണ്ണുകൾ കൊണ്ട് കുടിച്ചു. മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്തു. അവരുടെ സന്തോഷം ഭഗവാൻ അത്ര മനോഹരമായിട്ടാണ് വരണത്. അപ്പോൾ സകല ജീവജാലങ്ങളുടെ നേത്രങ്ങൾക്കും അതിയായിട്ടുള്ള ആനന്ദം നൽകുന്ന ആ ഉത്തമ സൗന്ദര്യശാലിയായ ഭഗവാനെ കണ്ടിട്ട് ആ എല്ലാവരുടെ ദുഃഖങ്ങളെ തീർക്കുന്ന ആ ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ സ്ത്രീകളൊക്കെ ആ മാളികകളുടെ മുകളിലിരുന്നിട്ട് കണ്ണുകൾ കൊണ്ട് പുഷ്പങ്ങളെ വർഷിച്ചു. പിന്നെയോ മന്ദഹാസം, അവരുടെ മുഖത്ത് മുഴുവൻ മന്ദഹാസം വിരിഞ്ഞിട്ട് അവരുടെ മുഖകാന്തി വർദ്ധിച്ചു ഈ സ്ത്രീകളുടെ. പിന്നെയോ നേത്രങ്ങൾക്കും, അതായത് അവരുടെ കണ്ണുകൾക്കും മനസ്സിനും അത്യാനന്ദം നൽകുന്ന ആ ഭഗവത് സ്വരൂപത്തെ അവർ എത്ര നോക്കിയിട്ടും അവർക്ക് മതിയായില്ല. കണ്ണുകൾ കൊണ്ട് കുടിച്ചു പറഞ്ഞില്ലേ, എത്ര കണ്ടിട്ടും മതിയാവണില്ല. ആ ആനന്ദരൂപത്തിനെ അവർ സങ്കല്പം കൊണ്ട് മനസ്സിലങ്ങട് ആലിംഗനം ചെയ്തു, ഹൃദയത്തിൽ ഉറപ്പിച്ചു ഭഗവാന്റെ ആ രൂപത്തിനെ.
അത്ര മനോഹരമായിട്ടുള്ള രൂപമായതുകൊണ്ട് അവർക്ക് എത്ര നോക്കിയിട്ട് മതിയാവില്ല. കണ്ണുകൾ കൊണ്ട് പുഷ്പങ്ങൾ വർഷിച്ചു എന്ന് പറഞ്ഞു. പിന്നെയോ ശരിക്കുള്ള പുഷ്പം വർഷിച്ചിട്ടുണ്ടാവും. മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്തു പറഞ്ഞില്ലേ? അതായത് മനസ്സിലങ്ങോട്ട് ഭഗവാനെ ഉറപ്പിച്ചു. അവർ അത്രയ്ക്ക് ഭംഗിയുള്ള ഭഗവാനെ കണ്ടിട്ട്. ദൃഷ്ട്വാഹരിം സർവദൃഗുത്സവാകൃതിം പുഷ്പൈകിരന്തി, അതായത് കണ്ണുകൾക്ക് ഉത്സവമാണ് ഭഗവാൻ. അതാണ് പുഷ്പൈകിരന്ത്യസ്മിതശോഭിതാനന, അവരുടെ മുഖമൊക്കെ വികസിച്ചു. ദൃഗ്ഭിപ്പപുർനേത്ര മനോരസായനം, നേത്രത്തിനും മനസ്സിനും രസായനമായിട്ടുള്ള ഭഗവാനെ സ്വാനന്ദമൂർത്തിം മനസാഭിരേമിരേ, മനസ്സുകൊണ്ട് അവരുടെ ഹൃദയാന്തർഭാഗത്തിൽ ഉറപ്പിച്ച് അവർ ആനന്ദം അനുഭവിച്ചു. രാമസ്മിതസ്നിഗ്ധദിശാ പ്രജാസ്തഥാ പശ്യൻ പ്രജാനാഥ ഇവാപരപ്രഭു ശനൈർജഗാമാഥ പിതു സ്വലങ്കൃതം ഗൃഹം മഹേന്ദ്രാലയ സന്നിഭം ഹരി. എന്താണ് പ്രഭു? ഹരി രാമ, അതായത് പ്രഭുവായ ശ്രീരാമചന്ദ്രസ്വാമി. ഹരി പറഞ്ഞ ഇവിടെ എല്ലാവരുടെയും ദുഃഖങ്ങളെ ഹരിക്കുന്നവൻ എന്നൊക്കെ പറയാം. പ്രഭുവും ദുഃഖങ്ങളെ ഹരിക്കുന്നവനുമായ ശ്രീരാമചന്ദ്ര ഭഗവാൻ അപരഹ പ്രജാനാഥ ഇവ, മറ്റൊരു ബ്രഹ്മാവ്. പ്രജാനാഥനാരാ? പ്രജാപതികളുടെ നാഥൻ ബ്രഹ്മാവല്ലേ? അപ്പോൾ വേറൊരു ബ്രഹ്മാവ് എന്ന പോലെ സ്മിതസ്നിഗ്ധ ദൃശ, മന്ദസ്മിതത്താൽ ആർദ്രമായ നേത്രം കൊണ്ട്, സ്മിതം ച മന്ദഹാസം അല്ലേ, സ്നിഗ്ധം ചേന്ത ആർദ്രമായിട്ടുള്ള ദൃക്ക് കൊണ്ട്, നേത്രം കൊണ്ട് പ്രജാഹ, ഈ അയോധ്യാപുരിയിലെ പ്രജകളെ, അതായത് അവിടുത്തെ പൗരന്മാരെ, തഥാ പശ്യൻ അപ്രകാരം നോക്കുന്നവനായിട്ട് എല്ലാവരെയും നോക്കി ഭഗവാന്റെ ആ മനോഹരമായ കണ്ണുകൊണ്ട് എല്ലാവരെയും കടാക്ഷിച്ചിട്ട് മഹേന്ദ്രാലയ സന്നിഭം, അതായത് ഇന്ദ്രൻ്റെ രാജധാനിക്ക് തുല്യവും സ്വലങ്കൃതം നന്നായി അലങ്കരിക്കപ്പെട്ടതുമായ പിതുഹു ഗൃഹം, അതായത് ദശരഥൻ്റെ അന്തഃപുരത്തെ അല്ലെങ്കിൽ പിന്നെ രാജധാനിയെ അഥ ശനൈഹി ജഗാമ, പതുക്കെ എല്ലാവർക്കും കാണാൻ അവസരം കൊടുത്തുകൊണ്ടേ, അതായത് എല്ലാവരുടെ എല്ലാ അഭിലാഷങ്ങളും സാധിപ്പിക്കാൻ സമർത്ഥനും സർവസന്താപങ്ങളെയും ഹരിക്കുന്നവനുമായ ശ്രീരാമചന്ദ്ര ഭഗവാൻ എല്ലാവരെയും ഒരുപോലെ കാണുന്ന മറ്റൊരു ബ്രഹ്മാവ് എന്ന പോലെ മന്ദസ്മിതം തൂകിക്കൊണ്ട്, കടക്കണ്ണുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടുകൂടി പ്രജകളെ എല്ലാവരെയും കടാക്ഷിച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ ഭവനത്തിന് സദൃശവും വിശേഷമായി അലങ്കരിക്കപ്പെട്ടതുമായ പിതാവിൻ്റെ ഭവനത്തെ മെല്ലെ മെല്ലെ പ്രാപിച്ചു. അവിടേക്ക് പതുക്കെ നടന്നു. അപ്പോൾ അത്രയും നേരം ആൾക്കാർക്ക് കാണാലോ. വിചിത്രരത്നാഞ്ചിത അതല്ല, പേര് മറന്നു. രാമസ്മിതസ്നിഗ്ധദിശാ പ്രജാസ്തഥാ പശ്യൻ പ്രജാനാഥ ഇവാപരപ്രഭു, അതായത് അപരനായിട്ടുള്ള ഒരു ബ്രഹ്മാവാ തോന്നുന്നു വെച്ചാൽ മറ്റൊരു ബ്രഹ്മാവ്. പ്രജാനാഥ ഇവാപരപ്രഭു ശനൈർജഗാമാഥ, പതുക്കെ രാജധാനിയിലേക്ക് കടന്നു. എവിടെ? പതുക്കെ കടന്നു. എങ്ങടെ? പിതാവിൻ്റെ സ്വലങ്കൃത ഗൃഹം, വേണ്ട പോലെ അലങ്കരിച്ച ഗൃഹം. മഹേന്ദ്രാലയ സന്നിഭം ഹരി, ഇന്ദ്രൻ്റെ ഭുവനം പോലെ മനോഹരമായിട്ടുള്ളത്. ഇനി 30. പ്രവിശ്യ വേശ്മാന്തര സംസ്ഥിതോ മുദാ രാമോ വവന്ദേ ചരണൗ സ്വമാതു ക്രമേണ സർവാ പിതൃയോഷിത പ്രഭുർ നനാമ ഭക്ത്യാ രഘുവംശകേതു. പിന്നെ അങ്ങനെ ആ പിതാവിൻ്റെ ഗൃഹത്തിൽ പ്രവേശിച്ചിട്ട് വേശ്മാന്തര സംസ്ഥിത, ആ പിതാവിൻ്റെ ഭവനത്തിൻ്റെ പിന്നെ അകത്ത് സ്ഥിതനായിട്ട്, അകത്തേക്ക് പോയിട്ട് പ്രഭു രാമ, അതായത് അന്തഃപുരത്തിലേക്ക് പോയിട്ട് പ്രഭുവായ രാമൻ സ്വമാതുചരണവും, സ്വന്തം മാതാവിൻ്റെ ചരണങ്ങളെ മുദ വവന്ദേ, സന്തോഷത്തോടുകൂടി വന്ദിച്ചു. രഘുവംശകേതു, രഘുകുലശ്രേഷ്ഠനായിട്ടുള്ള ശ്രീരാമൻ സർവാഹ പിതൃയോഷിത, എല്ലാ പിതൃഭാര്യമാരെയും, കുറേ ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ ദശരഥന്, ക്രമത്തിൽ, അതായത് ഈ കൗസല്യം കൈകയും മാത്രമല്ല വേറെ ഭാര്യമാരുണ്ട്, അവരൊക്കെ ക്രമത്തിൽ വയസ്സനുസരിച്ചിട്ടൊക്കെ ആവും. ഭക്തിയാന്ന നാമ, ഭക്തിയോടുകൂടി നമിച്ചു. അതായത് ഈ സർവേശ്വരനായിട്ടുള്ള നമ്മുടെ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഈ പിതൃഭവനത്തിൻ്റെ അന്തഃപുരത്തിൽ പ്രവേശിച്ച് അവിടെ സുഖമായി ഇരുന്നു. എന്നിട്ട് പിന്നെ എഴുന്നേറ്റ് തൻ്റെ അമ്മയുടെ പാതാരവിന്ദങ്ങളെ സന്തോഷത്തോടു കൂടി നമസ്കരിച്ചു. പിന്നെ ഭഗവാൻ
പിതാവിൻ്റെ ഭാര്യമാരെയെല്ലാം ക്രമത്തിൽ ഭക്തിപൂർവം വന്ദിച്ചു. അതായത് പിന്നെ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് ചിരിക്കുകയും അല്ലെങ്കിൽ എല്ലാവരെയും കണ്ട പോലെ ഭാവിക്കുകയൊക്കെ ചെയ്തിട്ടാണ് അമ്മമാരെ നമസ്കരിച്ചത്. അതാണ് അതിൽ പറഞ്ഞത്. പിന്നെ വേശ്മാന്തര സംസ്ഥിതോ, അവിടെ കുറച്ചേരം ഇരുന്നു. പാലസിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം, രാജധാനിൻ്റെ ഉള്ളിൽ കയറിയ ശേഷം കുറച്ച് നേരം ഇരുന്നിട്ട് അവിടെ ഉള്ളവരെയൊക്കെ ഒന്ന് അക്നോളജ് ചെയ്തു. എന്നിട്ട് പിന്നെ അമ്മമാരെ നമസ്കരിച്ചു. അപ്പോൾ ഈ 30 വായിച്ചിട്ട് 31 കൂടി എന്തായാലും ചെയ്യാൻ തോന്നുന്നുണ്ട്. 31, 32 ഒന്നിച്ച് അതും കൂടി ചെയ്യാം. പ്രവിശ്യ വേശ്മാന്തര സംസ്ഥിതോ മുദാ രാമോ വന്ദേ ചരണൗ സ്വമാധു ക്രമേണ സർവാപിതൃയോഷിത പഭു നനാമ ഭക്ത്യാ രഘുവംശകേതു. 31, 32 വായിക്കാം. തതോ ഭരതമാഹേദം രാമ സത്യപരാക്രമ സർവസമ്പൽ സമായുക്തം മമ മന്ദിരമുത്തമം. 32. മിത്രായ വാനരേന്ദ്രായ സുഗ്രീവായ പ്രദീയതാം സർവേഭ്യ സുഖവാസാർത്ഥം മന്ദിരാണി പ്രകൽപ്പയ. സത്യപരാക്രമ രാമ, സത്യപരാക്രമനായ രാമൻ തഥാ അതിനുശേഷം ഭരതനോട് ഇതം ആഹ ഇങ്ങനെ പറഞ്ഞു. സർവസമ്പൽ സമായുക്തം, സർവസമ്പത്തോടുകൂടിയതും ഉത്തമമായതും മമ മന്ദിരം എൻ്റെ രാജധാനിയെ വാനരേന്ദ്രായ, വാനര പ്രമുഖനായിട്ടുള്ള സുഗ്രീവനും മിത്രായ, ബന്ധുവുമായ സുഗ്രീവന് പ്രതീയ, എൻ്റെ രാജധാനിയിൽ പോയിട്ട്. അപ്പം എന്താണ്, അച്ഛൻ്റെ ദശരഥൻ്റെ രാജധാനിയിലാണ് ഇപ്പോൾ ശ്രീരാമനെ. അപ്പോൾ ഭരതനോട് പറഞ്ഞു, സുഗ്രീവനൊക്കെ എൻ്റെ രാജധാനിയിൽ പോയി താമസിച്ചോളാൻ പറയാൻ പറഞ്ഞു. പ്രദാനം ചെയ്യപ്പെട്ടാലും എൻ്റെ രാജധാനിയിൽ അവരെ കൊണ്ട് താമസിപ്പിച്ചാലും സർവന്മാർക്കും സുഖവാസത്തിനായിക്കൊണ്ട് മന്ദിരാണി ഭവനങ്ങളെ പ്രകൽപ്പയ. എന്താ പറഞ്ഞ വെച്ചാൽ അതിഥികളെയൊക്കെ വേണ്ട പോലെ സൽക്കരിക്കണമല്ലോ. അതെങ്ങനെ വേണമെന്നാണ്. അപ്പോൾ മര്യാദ പുരുഷോത്തമനല്ലേ, എങ്ങനെയാണ് ഒരു രാജധാനിയിൽ വന്ന, തൻ്റെ വീട്ടിലായാലെങ്കിൽ രാജധാനിയിൽ വന്ന അതിഥികളെ എങ്ങനെ സൽക്കരിക്കണമെന്ന് ഭഗവാൻ കാണിക്കുകയാണ്. എന്താ അറിയോ, അതാണ് പറഞ്ഞത്. സത്യപരാക്രമനായിട്ടുള്ള രാമൻ എന്തു ചെയ്തു? അനന്തരം ഭരതനോട് പറഞ്ഞു, ഉത്തമ മിത്രവും വാനരശ്രേഷ്ഠമായ സുഗ്രീവന് വസിക്കാൻ സകല സാമഗ്രികളുകൊണ്ടും സമ്പൂർണമായിരിക്കുന്ന എൻ്റെ രാജധാനി നൽകിക്കോളൂ എന്ന് ഭരതനോട് പറഞ്ഞു. സുഗ്രീവനും കൂട്ടുകാർക്കും വസിക്കാനായിട്ട് എൻ്റെ രാജധാനി നൽകിയാലും മറ്റുള്ളവർക്കൊക്കെ സുഖമായി വസിക്കാൻ അവർക്ക് തക്കതായിട്ടുള്ള രാജധാനികളെ നൽകിയാലും എന്ന് പറഞ്ഞു. വേണ്ട പോലെ അവരൊക്കെ സൽക്കരിക്കണം എന്ന് ഭരതൻ ആജ്ഞ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 31, 32 വായിച്ച് 33 കൂടി ചെയ്യാം. തതോ ഭരതമാഹേദം രാമ സത്യപരാക്രമ സർവസമ്പൽ സമായുക്തം മമ മന്ദിരമുത്തമം. എൻ്റെ മന്ദിരം കൊടുത്തോളൂ എന്ന് സുഗ്രീവനും കൂട്ടുകാർക്കും. ബാക്കിയുള്ളവർക്കൊക്കെ അവർ അർഹിക്കുന്ന പോലെയുള്ള നല്ല 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 മന്ദിരങ്ങളിൽ മറ്റവരെയും പാർപ്പിക്കാൻ പറഞ്ഞു. മിത്രായ വാനരേന്ദ്രായ സുഗ്രീവായ പ്രദീയതാം സർവേഭ്യ, ബാക്കിയുള്ളവർക്കൊക്കെ സുഖവാസാർത്ഥം, സുഖമായി താമസിക്കാൻ തക്കവണ്ണം മന്ദിരാണി പ്രകൽപ്പയ. ഈ 33 കൂടി ചെയ്യാട്ടോ. രാമേണൈവം സമാധിഷ്ഠോ ഭരതശ്ച തഥാ കരോത് ഉവാച ച മഹാതേജ സുഗ്രീവം രാഘവാനുജ. രാമനാൽ ഏവം സമാധിഷ്ഠ, ഇപ്രകാരം കൽപ്പിക്കപ്പെട്ട ഭരതനും തഥാ അകരോത്, അപ്രകാരം ചെയ്തു. മഹാതേജസ്വിയായ രാമാനുജൻ സുഗ്രീവനോട് ഉവാചാച്ച പറയുകയും ചെയ്തു. എന്തറിയോ, രാമൻ ഇങ്ങനെ ഇപ്രകാരം ഭരതനെ നിർദ്ദേശം കൊടുത്തുല്ലോ. അപ്പോൾ ഭരതൻ രാമൻ്റെ നിർദ്ദേശപ്രകാരം ഒക്കെ ചെയ്തു. മഹാതേജസ്വിയായിട്ടുള്ള രാമൻ്റെ അനുജൻ, അതായത് ഭരതൻ സുഗ്രീവനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. നാളെ മറ്റേ ചെയ്യാം. രാമേണൈവം സമാധിഷ്ഠോ ഭരതശ്ച തഥാ കരോത് ഉവാച ച മഹാതേജാഹ സുഗ്രീവം രാഘവാനുജഃ. ഇങ്ങനെ രാഘവൻ്റെ അനുജനായിട്ടുള്ള ഭരതൻ സുഗ്രീവനോട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനീ നമഃ. ഗുരുവായൂരപ്പാ ശരണം.